നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എൻ്റെ അമ്പോ 500-ലധികം ഗ്രാമപഞ്ചായത്തുകൾ തൂക്കിയടിച്ചുകൊണ്ടാണ് ഇപ്പോൾ UDF മുന്നേറ്റം. UDF തരംഗം തീർത്തിരിക്കുന്നു. 6 കോർപ്പറേഷനുകളിൽ 4 UDF പിടിച്ചെടുത്തു. കോഴിക്കോട് നഗരസഭയാവട്ടെ LDFിന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോകുന്ന കാഴ്ച. ബ്ലോക്ക് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലുമൊക്കെ UDF ആധിപത്യം തുടരുന്നു. എന്താണ് LDFിനും CPMനും സംഭവിച്ചത്? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കർട്ടൻ റേസറായി കണക്കാക്കപ്പെടുന്നു ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്. സംസ്ഥാനത്തെ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളും നഗരസഭകളുമൊക്കെ UDF നിഷ്പ്രയാസം നേടുന്ന കാഴ്ചകൾ ജനത്തെ പോലും അമ്പരപ്പിക്കുന്നു. കോൺഗ്രസ് നേതാക്കൾ ഇത്ര തിളക്കമാർന്ന വിജയം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. മറുവശത്ത് തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരസഭയിൽ കാവിക്കൊടി ഇളകിയാർക്കുന്നു. വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വിജയത്തിൻ്റെ കാരണം ടീം വർക്കാണ് എന്ന് പ്രതിപക്ഷ നേതാവ്. എന്നാൽ ഇത് കോൺഗ്രസിൻ്റെയോ UDFിൻ്റെയോ വിജയത്തേക്കാൾ തികഞ്ഞ ഭരണവിരുദ്ധതയുടെ പ്രകടനമാണ്. തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് M മണി പറഞ്ഞത് കൃത്യം. പെൻഷനെല്ലാം വാങ്ങി ശാപ്പാട് കഴിച്ചു, എന്നിട്ട് LDFിനെതിരെ വോട്ട് ചെയ്തു. നൈമിഷികമായ വികാരം. നന്ദികേടാണ് കാണിച്ചത്. റോഡ്, പാലം, ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ നടന്നിട്ടില്ല. ഇതെല്ലാം വാങ്ങിക്കഴിഞ്ഞ് നല്ല ഭംഗിയോടെ ശാപ്പാട് കഴിച്ച് നല്ല ഭംഗിയായി നമുക്കിട്ട് വച്ചുവെന്നാണ് തോന്നുന്നത്. ഇതൊരുമാതിരി പണിയായി പോയി എന്ന് M മണി. ഒരു മര്യാദയൊക്കെ കാട്ടേണ്ടേ എന്ന് ജനങ്ങളോട് ചോദിക്കുന്ന CPM നേതാവ്. ഇതാണ് CPMന്റെ തോൽവിക്ക് കാരണം, അഹങ്കാരം. പിണറായി വിജയന് ലഭിച്ച തുടർഭരണം CPMനെ ചതിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. കൃത്യമായി ബംഗാൾ മോഡൽ കേരളത്തിലേക്കും. ഭാരതത്തിലെ അവശേഷിക്കുന്ന CPM തുരുത്ത് അവരുടെ കയ്യിൽ നിന്ന് ഒലിച്ചു പോകുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. ഇനി അറബിക്കടലിൽ പോയി തപ്പിയാലും CPMനെ കണ്ടെത്താൻ കഴിയില്ല എന്ന സ്ഥിതിയിലെത്തും. കേരളത്തിൽ തെളിഞ്ഞു വരുന്നത് വ്യക്തമായ മറ്റൊരു കാഴ്ച. ഒരു വശത്ത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF കൂടുതൽ ശക്തിപ്പെട്ടു. എന്നാൽ BJP നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണിയുടെ വളർച്ച കാണാതിരുന്നുകൂടാ. ഈ വിജയം കോൺഗ്രസിനെ അഹങ്കാരത്തിൽ ആഴ്ത്തരുത്. നേതാക്കന്മാർ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഇനി തമ്മിലടി തുടങ്ങും. ഇതൊരു ആൾക്കൂട്ട വിജയമാണ് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ അംഗീകരിക്കുക. ഒരു കേഡർ പാർട്ടി, അച്ചടക്ക സ്വഭാവം നിലനിർത്തുന്ന പാർട്ടി പ്രവർത്തകർ, വാർഡ് തലം മുതൽ അങ്ങ് സംസ്ഥാന കമ്മിറ്റി വരെ തികഞ്ഞ കേഡർ നേച്ചർ. എന്നിട്ടും ജനം തള്ളി താഴെയിട്ട് ചവിട്ടിത്തൂക്കുന്നു. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും വലിയ വിജയം കാഴ്ചവെക്കാൻ BJPക്കും കഴിഞ്ഞു. UDFിൻ്റെ ഉജ്ജ്വല വിജയം, UDF തരംഗമാണ് കേരളത്തിൽ തീർത്തിരിക്കുന്നത്. ഭരണവിരുദ്ധത അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രകടമായ ശ്രദ്ധേയമായ വസ്തുത. ഇവിടെ നമ്മൾ പോസിറ്റീവായി ചിന്തിക്കണം. എന്തുകൊണ്ട് BJPക്ക് തിരുവനന്തപുരം സമ്മാനിച്ചു തലസ്ഥാന നിവാസികൾ? BJPയുടെ പുതിയ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെച്ചത് പുതിയൊരു വികസന കാഴ്ചപ്പാടാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തിൻ്റെ തലസ്ഥാനത്തെത്തുമ്പോൾ സ്വീകരിക്കാനൊരു മേയർ, അതും BJP മേയർ. വികസനത്തിൻ്റെ മുദ്രാവാക്യം ജനങ്ങൾ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് രാജീവ് ചന്ദ്രശേഖർക്ക് കിട്ടിയ ഈ നേട്ടം. അതുതന്നെയാണ് BJP ഇനി കേരളത്തിന് മുന്നോട്ട് വാഗ്ദാനം ചെയ്യാൻ പോകുന്നതും. ഒരു പുതിയ കേരളം വാഗ്ദാനം ചെയ്തുകൊണ്ട് BJP നേതാവ് രാജീവ് ചന്ദ്രശേഖർ പുതിയ സന്ദേശം പകർത്താനാവും ഇനി ശ്രമിക്കുക. നേതാക്കൾക്ക് തങ്ങളുടെ നാട്ടിൽ എത്രത്തോളം വിലയുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ KC വേണുഗോപാലിൻ്റെ വാർഡിൽ സ്വന്തം പാർട്ടി തോൽക്കുന്ന കാഴ്ച നമ്മൾ കാണണം. VD സതീശൻ്റെ വാർഡിൽ സ്വന്തം പാർട്ടി തോൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിലപ്പുറം LDF സർക്കാരിന് വേണ്ടി വാദിച്ച വെള്ളാപ്പള്ളിയുടെ വാർഡിൽ LDF സ്ഥാനാർത്ഥി തോറ്റു. ഇവിടെ നേതാക്കളെയല്ല അണികളും കോൺഗ്രസ് അനുഭാവികളുമൊക്കെ ഇത്രയധികം വാരിപ്പിടർന്നത്, മറിച്ച് പിണറായി വിജയൻ സർക്കാരിനോടുള്ള എതിർപ്പ് തന്നെയാണ്. ഇക്കുറി തെരഞ്ഞെടുപ്പിൽ BJP ഒരു തലത്തിലും വർഗീയ കാർഡ് ഇറക്കിയില്ല. രാജീവ് ചന്ദ്രശേഖർ കൃത്യമായ രാഷ്ട്രീയമാണ് കേരളത്തോട് സംവദിച്ചത്. മാന്യതയാർന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മാതൃകയായി രാജീവ് ചന്ദ്രശേഖർ മാറുന്നു. മൂന്നാംകിട രാഷ്ട്രീയ നേതാവിൻ്റെ വെല്ലുവിളികളില്ല. മൂന്നാംകിട രാഷ്ട്രീയ നേതാവ് ഉയർത്തുന്നത് പോലെ പെണ്ണുപിടിയുടെ കഥകൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞില്ല. രാജീവ് ചന്ദ്രശേഖർ കേപ്പബിളായ ഒരു നേതാവാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കി. ജനം മാറി ചിന്തിച്ചു തുടങ്ങിയതിൻ്റെ കൃത്യമായ അടയാളം. ഒരാൾ സമ്പന്നനാണോ ബിസിനസ്സുകാരനാണോ എന്നും ജനങ്ങൾ നോക്കില്ല. അയാൾക്ക് കഴിവുണ്ടോ, ജനങ്ങളെ നയിക്കാനുള്ള പ്രാപ്തിയുണ്ടോ, കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യാനുള്ള ഒരു നേതാവിൻ്റെ ആർജവമുണ്ടോ? ഇത്തരം കാര്യങ്ങൾ ഒരുമിച്ചാൽ ജനം അവർക്ക് അനുകൂലമായി നിൽക്കും എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന് ലഭിച്ചിരിക്കുന്ന ഈ പിന്തുണ. ചിട്ടയായി തിരുവനന്തപുരം നഗരസഭയിൽ പ്രവർത്തിച്ചപ്പോൾ വിജയിക്കാൻ കഴിഞ്ഞ BJP ഇനി നിയമസഭ ലക്ഷ്യമാക്കി ചിട്ടയോടെ പ്രവർത്തിക്കുമെന്നുറപ്പ്.
അതുകൊണ്ട് തന്നെ കൂടുതൽ സൂക്ഷ്മതയോടെ UDF നീങ്ങേണ്ടിയിരിക്കുന്നു. LDFന് ഏറെക്കുറെ എല്ലാം കൈവശം വന്ന സ്ഥിതിയാണ് കേരളത്തിൽ. മൂന്നാംകിട രാഷ്ട്രീയം ഇനി കേരളത്തിൻ്റെ മണ്ണിൽ ചെലവാകില്ല എന്നീ വോട്ടെടുപ്പിലൂടെ കൃത്യമായ സന്ദേശം ജനങ്ങൾ പകർന്നു കഴിഞ്ഞു. മുൻപൊരിക്കൽ സരിത കേസിലൂടെ UDFനെ തകർത്ത LDFും പിണറായി വിജയനുമൊക്കെ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ എന്തെല്ലാം അപവാദ കഥകൾ പ്രചരിപ്പിച്ചു. ഒരു റീൽ അതിലോടി. എന്നാൽ കാലം മാറി എന്ന സത്യം മനസ്സിലാക്കിയില്ല പിണറായി വിജയനും കൂട്ടരും. ഇക്കുറി രാഹുൽ പാങ്കൂട്ടം എന്ന അപവാദ കഥയുമായി കേരളത്തിലെ വോട്ട് തിരിക്കാൻ അവർ തന്ത്രങ്ങളിറക്കി. മറുവശത്ത് സ്വർണ്ണക്കൊള്ളയും അഴിമതിയും അഹങ്കാരവുമൊക്കെ ജനങ്ങളെ എത്രത്തോളം ബാധിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. അഴിമതി കുറേയൊക്കെ ജനം സഹിക്കും. എന്നാൽ ശബരിമല പോലെ ഒരു പവിത്രമായ സന്നിധാനത്ത് നിന്ന് അമൂല്യ വസ്തുക്കളടക്കം സ്വർണം കൊള്ളയടിച്ചത് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റാൻ കഴിയില്ല. അതിന് ഏത് മാധ്യമപ്രവർത്തകരെ കൂട്ടുപിടിച്ച് എത്രയധികം നുണക്കഥകൾ പ്രചരിപ്പിച്ചാലും അതൊക്കെ ജനങ്ങളുടെ ഉള്ളിൽ കയറി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കൂട്ടം ചാനലുകൾ നിറക്കഥകൾ പിടിപ്പിച്ച് ആഘോഷിച്ചപ്പോഴും ജനം മിണ്ടാതെയിരുന്നു. അവർ ആ നിമിഷത്തിന് വേണ്ടി കാത്തിരുന്നു. വോട്ടെടുപ്പ് എന്ന തങ്ങളുടെ ആയുധത്തിലൂടെ അവർ തങ്ങളുടെ പ്രതിരോധം കൃത്യമായി സർക്കാരിനെ ബോധ്യപ്പെടുത്തി കൊടുത്തു. മാധ്യമങ്ങളും ചാനലുകളും ഒക്കെ സൃഷ്ടിക്കുന്ന മായാലോകം കൊണ്ട് ഒരു ഭരണകൂടത്തെയും നിലനിർത്താൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ ചരിത്രവിധി. 2010 തിളക്കമാർന്ന വിജയമാണിപ്പോൾ UDF കൊയ്തെടുത്തിരിക്കുന്നത്. അതാവട്ടെ ഭരണത്തിന് ജനം കൊടുത്ത ഏറ്റവും കനത്ത ആഘാതവും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം. അതുകൊണ്ട് തന്നെ ഇനിയൊന്ന് കത്തിക്കൂടി ശരിയായ ഭരണം കാഴ്ചവെച്ച് ജനവിശ്വാസം തിരിച്ചു പിടിക്കാം എന്നുള്ളതൊക്കെ വെറും വ്യാമോഹം മാത്രം. എല്ലാം തകർന്നടിഞ്ഞ് നഷ്ടപ്പെട്ട് വീണുടയുന്ന LDFനെയും പിണറായി വിജയനെയുമാണ് കേരളം കാണുന്നത്. ഇനിയുള്ള നാളുകൾ ആ പാർട്ടിക്കും ഭരണകൂടത്തിനുമൊന്നും ഒട്ടും ശുഭകരമായിരിക്കില്ല ഇവിടുത്തെ അന്തരീക്ഷമെന്ന് വ്യക്തം. എന്നാൽ ഇതിൽ നിന്ന് ഒരുപാട് പാഠം പഠിക്കേണ്ടതുണ്ട് കോൺഗ്രസ്. ഇനിയും അവർ പുലർത്തിയ പാഠങ്ങൾ അതേപടി തുടർന്നാൽ ജനം NDAയിലേക്ക് അടുക്കും എന്ന യാഥാർത്ഥ്യവും നിങ്ങൾ മനസ്സിലാക്കണം. എന്നും ഒരു ആൾക്കൂട്ട പാർട്ടിയായി മാത്രം നിലകൊള്ളാനാണ് UDF ശ്രമിച്ചിട്ടുള്ളത്. കനത്ത ഭരണവിരുദ്ധതയിൽ അവർ വിജയം കൊയ്യുന്നു. എന്നാൽ അതിലപ്പുറം കൃത്യതയോടെ ജനങ്ങൾക്ക് വേണ്ടി പെരുമാറാൻ പ്രവർത്തിക്കാൻ പഠിച്ചാൽ UDFന് കേരളം തങ്ങളുടെ കൈപ്പിടിയിൽ നിർത്താം. ഇപ്പുറത്ത് രാജീവ് ചന്ദ്രശേഖർ എന്ന കരുത്തുറ്റ ഒരു നേതാവ് NDAയെ നയിക്കാനുണ്ട് എന്ന് UDF ഓർക്കേണ്ടതുണ്ട്. BJPയിലേക്ക് കൂടുതൽ നേതാക്കൾ CPMൽ നിന്ന് ഒഴുകും എന്ന യാഥാർത്ഥ്യം കൂടി ഉൾക്കൊള്ളണം. ഇനിയുള്ള മാസങ്ങൾ CPMൽ നടക്കുന്നത് സമാനതകളില്ലാത്ത പൊട്ടിത്തെറിയായിരിക്കും. ആ പൊട്ടിത്തെറിയിൽ പുറത്തേക്കൊഴുകുന്ന നേതാക്കൾ NDAയിലേക്ക് BJPയിലേക്ക് ചെന്ന് കയറും. അതൊരു പുതുമാറ്റത്തിന് തുടക്കമാവും എന്നത് ഉറപ്പാണ്. അതാണ് കേരളത്തിനിപ്പോൾ സംഭവിക്കുന്നതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.